പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ലോക സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത അത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം, അതിനൊരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രയേൽ പലസ്തീൻ വൈരത്തിന് അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സംഘർഷമാണ്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പലസ്തീൻ പ്രദേശത്ത്, അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്, പിന്നീടാണ് അത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിന് കീഴിലൊക്കെ ആകുന്നത്. ജൂതന്മാരും അറബ് മുസ്ലിം ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഒരു ഭൂമിയും അധികാരവും സംബന്ധിച്ച് തുടങ്ങിയ ഒരു തർക്കം 48 ആകുമ്പോഴേക്കും 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടപ്പോൾ നിരവധി പലസ്തീനികൾ തങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. ഇതിനെ നഖ്ബ എന്ന് വെച്ചാൽ ദുരന്തം എന്നാണ്. അന്ന് അതിനെ ഒരു ദുരന്തം എന്നാണ് വിളിച്ചത്. അങ്ങനെ നിരവധി യുദ്ധങ്ങൾ 48 നടക്കുന്നു, 67, 73 യുദ്ധങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഒരു നീണ്ട ഹിസ്റ്ററി ഉണ്ട് ഈ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്. ഇക്കാലം അത്രയും നീണ്ട സംഘർഷത്തിന് ഒരു പരിഹാരം ആവുകയാണ് സമാധാനം പുലരുമ്പോൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ ഒരു 20 നിർദ്ദേശങ്ങളാണ് വൈറ്റ് ഹൗസ് മുന്നോട്ട് വച്ചത്. ഈ പദ്ധതി ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും കഴിയും. ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാവരെയും 72 മണിക്കൂറിനുള്ളിൽ തിരികെ കൊണ്ടുവരും. പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ഗാസ മുനമ്പ് താൽക്കാലികമായി ഒരു പലസ്തീൻ സാങ്കേതിക സർക്കാർ ഭരിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തു. നമുക്ക് ആ 20 പദ്ധതികൾ എന്തൊക്കെയാണ്, വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 20 ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഇത് ആദ്യത്തേത്. ഒന്നാമത്തേത്, ഗാസ ഒരു തീവ്രവാദ വിമുക്ത മേഖലയായിരിക്കും. അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും പിന്നീട് ഉണ്ടാകില്ല എന്നും വ്യക്തമായി ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നു. രണ്ടാമത്തേത്, ഗാസ പുനർവികസിപ്പിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കും. അതേപോലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുമെന്നും മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. ഇനി നാലാമത്തേതിൽ നമ്മൾ വരികയാണെങ്കിൽ, നാലാമത്തേത്, ഇസ്രയേൽ കരാർ പരസ്യമായി അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും തിരിച്ചയക്കണമെന്നും പറയുന്നുണ്ട്. അഞ്ചാമത്തേത്, എല്ലാ ബന്ദികളെയും വിട്ടുകഴിഞ്ഞാൽ ഇസ്രയേൽ 250 ജീവപര്യന്ത തടവുകാരെ വിട്ടയക്കും. മരിച്ച 15 ഗാസക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇസ്രയേൽ വിട്ടുകൊടുക്കുമെന്നും പറയുന്നു. ആറാമത്തേത് ഇതാണ്, 15 എല്ലാ ബന്ദികളെയും വിട്ടു നൽകും. അതിഥി രാജ്യങ്ങളിലേക്ക് സ്വന്തമായി പോകാൻ സുരക്ഷ നൽകുമെന്നും പറയുന്നുണ്ട്. അടുത്തത്, കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സഹായവും ഗാസ മുനമ്പിലേക്ക് ഉടനടി അയക്കുമെന്നും പറയുന്നു. അടുത്തത്, ഗാസ മുനമ്പിൽ വിതരണവും അതേപോലെ സഹായവും ഇരു കക്ഷികളുടെയും ഇടപാടുകളില്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ ഏജൻസികളും റെഡ് ക്രസന്റും വഴി നടക്കുമെന്നുള്ളതാണ്. 9ാമത്തേതിലേക്ക് വന്നാൽ, പലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക പരിവർത്തന ഭരണത്തിന് കീഴിലായിരിക്കും പിന്നീട് ഗാസ ഭരിക്കപ്പെടുക എന്നും പറയുന്നുണ്ട്. ഇതിൽ വിദഗ്ധരും അതേപോലെ പലസ്തീൻ പൗരന്മാരും ഒക്കെ ഉണ്ടാകുമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വൈറ്റ് ഹൗസ്. 10ാമത്തേത്, ഗാസയെ പുനർനിർമ്മിക്കാനും അതേപോലെ തന്നെ ഊർജ്ജസ്വലമാക്കാനുമുള്ള സാമ്പത്തിക വികസന പദ്ധതി വിദഗ്ധരുടെ ഒരു പാനലിനെ വിളിച്ചുകൂട്ടി സൃഷ്ടിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി 11ാമത്തെ പോയിന്റ്. 11ാമത്തേത്, രാജ്യങ്ങളുമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുവ, ആക്സസ് നിരക്കുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തി പ്രത്യേക ഒരു സാമ്പത്തിക മേഖല സ്ഥാപിക്കും എന്നുള്ളതാണ്. 12, ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വതന്ത്രമായി ഒരു സുരക്ഷിത പാത ഒരുക്കും എന്നും പറയുന്നുണ്ട്. അടുത്തത്, ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അതല്ലാതെയോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണമെന്നും ഒരു നിബന്ധനയുണ്ട്. 14, ഹമാസും വിഭാഗങ്ങളും അയൽ രാജ്യങ്ങൾക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയും ഉണ്ടാക്കുന്നില്ല എന്നുറപ്പു നൽകും എന്നും ഒരു നിർദ്ദേശമുണ്ട്. അടുത്തത്, ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കും. 16, ഇസ്രയേൽ ഗാസ ഒരിക്കലും പിടിച്ചെടുക്കില്ല എന്നും പറയുന്നുണ്ട്. 17ാമത്തേതിലേക്ക് വന്നാൽ, ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ അതല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്താൽ ഇസ്രയേൽ സൈന്യത്തിന് കടുത്ത നടപടിയെടുക്കാം എന്ന് പറയുന്നു. 18, ISFന് കൈമാറിയ ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ സ്കെയിൽ അപ്പ് സഹായ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുടരുമെന്ന് പറയുന്നു. സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വം സ്ഥാപിക്കാൻ അതിന്റെ മൂല്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി ഒരു മതാന്തര സംവാദ പ്രക്രിയ സ്ഥാപിക്കുമെന്നും പറയുന്നു. ഏറ്റവും ഒടുവിലായി സമാധാനപരവും സഹവർത്തിത്വത്തിനുമായി ഇസ്രയേലും പലസ്തീനുകളും തമ്മിൽ ചർച്ചകൾക്കുള്ള ഒരു വേദി ഒരുക്കുമെന്നും അമേരിക്ക ഈ 20 നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ ഒരു വിശകലനത്തിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് എനിക്കിപ്പം ഗൗതം ആമ്രകുഞ്ചം കൂടി ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ 20 പദ്ധതിയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രയേൽ അംഗീകരിച്ചു, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസും പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഗാസ എങ്ങനെയാകും ഭരിക്കപ്പെടുക? പലസ്തീൻ അതോറിറ്റിക്ക് ഇതിൽ പങ്കാളിയാകുമോ? പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം, അതിൽ വ്യക്തത വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താകും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുക ഗൗതം? സെയ്ദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെയ്ദ് അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗമാണ്. അതായത് പലസ്തീൻ എങ്ങനെ ഭരിക്കപ്പെടുമെന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ 20 ഇന നിർദ്ദേശങ്ങൾക്കകത്ത് 7 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള 20 ഇന സമാധാന നിർദ്ദേശങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക്. അതായത് പലസ്തീൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബോർഡ് ഓഫ് പീസ് ആയിരിക്കും പലസ്തീന് ഈ സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ, ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് നിലവിൽ വരിക പലസ്തീന് ഭരണം നിർവഹിക്കപ്പെടുക ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ബോർഡായിരിക്കും. അതിൻ്റെ അധ്യക്ഷൻ ട്രംപ് ആയിരിക്കും. അതിനകത്ത് UK മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബോർഡിൻ്റെ അംഗങ്ങളായിരിക്കും. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി ഉണ്ടാകും, മറ്റ് അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകും എന്നൊക്കെയാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ട്രംപ് ആയിരിക്കും അതിൻ്റെ ചെയർമാൻ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബോർഡ് ഓഫ് പീസ് കാലക്രമേണ ഭരണം നടത്തുകയും ആ ഭരണത്തിന് ശേഷം പിന്നീട് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത്തരം പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്വതന്ത്ര രാഷ്ട്രമാകും എന്നുള്ള ആ ഒരു നിർദ്ദേശം, അതായത് ബോർഡ് ഓഫ് പീസിൻ്റെ ഭരണത്തിന് ശേഷം അത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ കാലാന്തരത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീൻ മാറ്റുമെന്നുള്ളൊരു നിർദ്ദേശം, അതിനെതിരെ നെതന്യാഹു തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രഖ്യാപനമൊന്നും സമാധാന ഉടമ്പടിയിൽ ഇല്ല. അതായത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കില്ല. ഈ സമാധാന ഉടമ്പടി പ്രകാരം അത്തരം നിർദ്ദേശങ്ങളില്ല എന്നാണ് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഒരുപക്ഷെ ഇനി പുരോഗമിക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ഇനങ്ങളിലായി അവതരിപ്പിച്ചിട്ടുള്ള 20 നിർദ്ദേശങ്ങൾ അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്, സംഘർഷങ്ങൾക്ക്, ഈ പറയുന്ന അനിശ്ചിതത്വങ്ങൾക്ക്, നമുക്ക് മുൻപിൽ മരിച്ചു പോകുന്ന കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമ ഉപാധിയായി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അറിയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. അതും വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഒക്കെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം.